നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് മുമ്പ് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയ വീട് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. ഒളവണ്ണയിലാണ് വീടിന്റെ താഴത്തെ നില ഭൂമിക്കടിയിലേക്ക് താഴ്ന്നത്. വലിയ ശബ്ദത്തോടെ വീടിന്റെ താഴത്തെ നില പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് താഴുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. വീട് നിൽക്കുന്ന പ്രദേശം നേരത്തെ ചതുപ്പ് നിലമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിനിടെ കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വയനാട് ജില്ലയിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിൽ ഇല്ലെങ്കിലും ജാഗ്രത തുടരണം. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു രാവിലത്തെ മഴ മുന്നറിയിപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. മൺസൂൺ പാത്തിയും സജീവമാണ്. വടക്കേ ഇന്ത്യക്ക് മുകളിൽ ഇരട്ട ന്യൂനമർദ്ദങ്ങൾ സ്ഥിതി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം മധ്യപ്രദേശിന് മുകളിൽ ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി. വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിലായാണ് അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുകയാണ്. ഇതോടെ കേരളത്തിൽ മഴ കുറഞ്ഞു. ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടും. കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട മഴയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകിട്ട് വരെ മഴയ്ക്ക് ഇടവേളകളും ആകാശ തെളിച്ചവും ഉണ്ടാകും. ചിലയിടങ്ങളിൽ ചൂട് കൂടിയ വെയിൽ ലഭിക്കും. എന്നാൽ രാത്രിയും പുലർച്ചെയുമായി ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കാം. കേരള തീരത്ത് മേഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും കാറ്റ് അനുകൂലമല്ലാത്തതിനാൽ കടലിലും മഴ ലഭിക്കും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. നാളെ രാത്രി 11:30 വരെ 1.9 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെ 2.1 മുതൽ 2.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. വടക്കേ ഇന്ത്യക്ക് മുകളിൽ ഇരട്ട ന്യൂനമർദ്ദങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം മധ്യപ്രദേശിന് മുകളിൽ ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി. വടക്ക് കിഴക്കൻ മധ്യപ്രദേശിന് തെക്ക് ഉത്തർപ്രദേശിന് മുകളിലായാണ് അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുകയാണ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയാണ് ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.